ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രൂപേഷ് ടെക്സോൺ. മച്ചമാരെ, നമ്മൾ ഇന്ന് ഈ ഒരു സ്മാർട്ട് വാച്ചാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ സ്മാർട്ട് വാച്ച് അല്ലാതെ വേറൊരു എഴുത്ത് ഈ ഒരു ബോക്സിൽ കാണാനല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നമുക്ക് ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. അതിലൊരു ചെറിയൊരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. പിന്നീട് ഒരു USB കേബിൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ്. വലിയ ലെങ്ത്തും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏറിപ്പോയാൽ 15 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവും. പിന്നീട് നമുക്ക് ഈ ഒരു പാക്കിങ്ങിലുള്ളത് ഒരു കുഞ്ഞു ബാറ്ററിയാണ് കേട്ടോ. ഒരു 3.7 വോൾട്ടേജിൻ്റെ ഒരു കുഞ്ഞു ബാറ്ററിയാണ് കിട്ടുന്നത്. 380 mAh ആണ്. ഈ ഒരു വാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറിപ്പോയ 2 ദിവസമൊക്കെ ചാർജ് നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞു ബാറ്ററി കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വാച്ചിൻ്റെ ഈ പുറത്ത് കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോഴേ നമുക്ക് വാച്ച് പുറത്തെടുക്കാൻ സാധിക്കുള്ളൂ. ഗൈസ്, എൻ്റെ കയ്യിലുള്ള അതേ വാച്ച് തന്നെയാണ്. നിങ്ങൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടില്ലേ, അതേപോലെ തന്നെ ഒരു വെടിക്ക് രണ്ട് വാച്ച് കേട്ടോ. ചെറിയ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അതായത് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു വെള്ള ഡിസൈൻ ഇതിനില്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്, ഡിസൈനൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. റബ്ബറിൻ്റെ സ്ട്രാപ്പാണ് കേട്ടോ ഈ വരുന്നത്. ഈ സംഭവം നല്ല കട്ടിയുള്ള സംഭവം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളയുന്നൊന്നുമില്ല. നല്ല കട്ടിയുള്ള സംഭവം തന്നെയാണ്. നമുക്കിനി ഈ ഒരു സംഭവം ഓൺ ചെയ്ത് നോക്കണം. അതിനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് ബാറ്ററിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ ഇത് കിട്ടണില്ലല്ലോ അച്ഛന്മാരെ. ഗൈസ്, കിട്ടി. അപ്പോൾ നമ്മളിനി ഈ ബാറ്ററി ഇടാൻ പോവുകയാണ്. ഒരു ചെറിയൊരു നാനോ സിം കാർഡും അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡും നമുക്ക് ഇതിലിടാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് മൈക്കും അതുപോലെ തന്നെ USB ചാർജിങ്ങിനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു പുറത്ത് കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ USB പോർട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ മറ്റൊക്കെ കയറി കഴിഞ്ഞാണ്ട് പിന്നെ ബോർഡ് നാശമാവും. ഇനി നമ്മൾ ബാറ്ററി ഇടാൻ പോവുകയാണ്. ബാറ്ററിയുടെ ഈ ഒരു ഭാഗം നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു പിന്ന് വരുന്ന ഭാഗത്തേക്ക് തന്നെ സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ബാറ്ററി ഇടാനൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. എങ്കിലും വെറുതെ ഓരോന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ചാർജിൽ വെക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രൊഡക്റ്റും പുതിയത് വാങ്ങുമ്പോൾ ചാർജ് ഉണ്ടാവും. എങ്കിലും നമ്മളൊരു അരമണിക്കൂർ ചാർജിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ USB കേബിൾ എടുത്തിട്ട് പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റ് ആവണില്ലല്ലോ അത്. ഗൈസ്, അല്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, പ്രശ്നമൊന്നും വരുത്തണ്ട. അപ്പോൾ ചാർജിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ ചാർജിങ്ങിൽ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ വാച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു വാച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ട് ഈ മുകളിൽ കാണുന്ന ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ച് ഓൺ ആയിട്ടുണ്ട്. ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇതിലുള്ളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു QR കോഡ് ഈ ഒരു വാച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അധികം ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും, ക്യാമറ ഒന്നും വലിയ ക്ലിയർ ഒന്നും ഇല്ല, എങ്കിലും ക്യാമറ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നമ്പറിലോട്ട് നമുക്ക് കോൾ ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലുള്ള മ്യൂസിക്കൊക്കെ നമുക്കിതിൽ കേൾക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ അധികം ലെങ്ത് ആക്കുന്നില്ല, നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നോട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ പിന്നെ വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ ഉണ്ട്. അതൊന്നും കണ്ട് നിങ്ങളത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്.